ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. അറിയാമല്ലോ, നമുക്ക് ഒരു പബ്ലിക് എന്ന രീതിയിലുള്ള ഒരു എക്സാം അല്ല നടക്കുന്നത്. പകരം ഓരോ സ്കൂളുകാരും അവർക്ക് പഠിപ്പിച്ച പോർഷൻസ് വെച്ച് ഓരോ സ്കൂളുകാരും എന്താണോ അവർ പഠിപ്പിച്ചിട്ടുള്ളത് ആ പോർഷനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാം ആയിരിക്കും നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണോ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത്, ഏതൊക്കെ ചാപ്റ്റർ ആണോ സ്കൂളിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ഒരു പബ്ലിക് എക്സാം മോഡൽ ആയിരുന്നു എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി സെലക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഡിഫറെന്റ് സ്കൂൾ ആയതുകൊണ്ട് ആ സ്കൂളുകളിൽ എന്താണ് പഠിപ്പിച്ച് തീർന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടും ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളതെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടും കൃത്യമായ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് സാധ്യമല്ല. എങ്കിലും എല്ലാ സ്കൂളുകളിലും ആദ്യത്തെ 4 ചാപ്റ്റർ ആയിരിക്കും ഫസ്റ്റ് ടൈം എക്സാം എന്ന് നമുക്കറിയാം. ആ 4 ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് മാത്രം ഏറ്റവും അടുത്ത സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോർഷൻ. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ഭാഗം മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അർത്ഥം. ആ ഒരു പോർഷനെ ബേസ് ചെയ്ത് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആ ഒരു ടോപ്പിക്കിനെ ഒന്നും കൂടി വൈഡ് ആക്കി വേണം പഠിക്കുവാൻ. ഓക്കെ, എങ്കിലും ആ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് വായിക്കുന്നു. ആ ഓരോ പോർഷൻസ് എടുത്ത് നിങ്ങൾ വരാൻ പോകുന്ന 2 ദിവസം പഠിച്ചുകൊള്ളുക. ഓക്കെ, 4 ചാപ്റ്റർ ആണ് നമുക്കറിയാം. ചാപ്റ്ററുകൾ 1 സൊല്യൂഷൻ, 2 ഇലക്ട്രോ കെമിസ്ട്രി, 3 കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് ഫൈനൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഈ 4 ചാപ്റ്റർ ആയിരിക്കും ഏതാണ്ട് 99% സ്കൂളുകളിലും ഫസ്റ്റ് ടൈം എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. 4 ചാപ്റ്ററുകളും അവർ തീർത്തിട്ടുണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല എഴുതിയിട്ടിരിക്കുന്നത്, ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, അതിൽ ആദ്യത്തെ ചാപ്റ്റർ മക്കളെ സൊല്യൂഷൻ ആണ്. സൊല്യൂഷന് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് ഞാനൊന്ന് പറയുന്നു. മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി ആ ഭാഗം ക്ലിയർ ചെയ്യണം. ഹെൻറീസ് ലോ ക്ലിയർ ചെയ്യണം. മോൾ ഫ്രാക്ഷൻ ക്ലിയർ ചെയ്യണം. റൗൾസ് ലോ, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് അബ്നോർമൽ മോളാർ മാസ്. ആ ഒരു ടോപ്പിക്കാണ് സൊല്യൂഷൻ ഉള്ളത്. രണ്ടാമത്തെ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് വന്നാൽ ഫാരഡേസ് ലോ ഉണ്ട്, കണ്ടക്ഷൻ ഉണ്ട്, കോൾറാഷ് ലോ ഉണ്ട്, റിയാക്ഷൻ ഓഫ് കൊറോഷൻ ഉണ്ട്, സെല്ലുകളെ കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ അറിഞ്ഞിരിക്കണം. മെഷർമെന്റ് ഓഫ് ദ കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻ അത് അറിഞ്ഞിരിക്കണം. നേരെ കെമിക്കൽ കൈനറ്റിക്സിലേക്ക് വന്നാൽ അറീനിയസ് ഇക്വേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, റേറ്റ് ഓഫ് റിയാക്ഷൻ, ന്യൂമറൽസ് ഓഫ് ഫസ്റ്റ് ഓർഡർ, യൂണിറ്റ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ഡിഫറെന്റ് ഓർഡർ ആൻഡ് ഗ്രാഫുകൾ. ഓക്കെ, അത്രയുമാണ് കെമിക്കൽ കൈനറ്റിക്സിൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഡി ആൻഡ് എഫ് ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ, ലാന്ത്രൈഡ് കൺട്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചിരിക്കണം. പ്രോപ്പർട്ടീസ് ആൻഡ് പ്രിപ്പറേഷൻസ് ഓഫ് KMnO4 and K2Cr2O7 ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് മക്കളെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്ട്രക്ചർ ഓഫ് CrO4 2- അയോണിന്റെയും Cr2O7 2- അയോണിന്റെയും സ്ട്രക്ചർ വരയ്ക്കുവാൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഡി ബ്ലോക്ക് എലമെന്റുകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എലമെന്റുകളാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. കാരണം യഥാർത്ഥത്തിൽ ഡി ബ്ലോക്ക് എലമെന്റ് അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അതിനെക്കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. പിന്നെ യൂസസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റുകളുടെയും ഡി ബ്ലോക്ക് എലമെന്റുകളുടെയും ഉപയോഗങ്ങൾ പഠിക്കുക. ഈ 4 ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുമുള്ള വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പോർഷൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്ന ഈ 4 ചാപ്റ്ററിലെ പോർഷൻസ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളത് കൃത്യമായി ഓരോരോ ടോപ്പിക് എടുക്കുക. ആദ്യം നിങ്ങൾ ബുക്കിൽ കുറിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ ടോപ്പിക് എടുക്കുക. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. നന്നായി വർക്ക് ചെയ്യുക, പഠിക്കുക, ഫുൾ മാർക്ക് നേടുക. 4 ചാപ്റ്റർ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടി തീർത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് നിങ്ങൾക്ക് 6 ചാപ്റ്ററും കൂടെ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 40% ഭാഗം നമ്മൾ തീർക്കുന്നു. 60% മാത്രം മതി വരാൻ പോകുന്ന 5 മാസം കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞത് 5 മാസം കൊണ്ട് പഠിക്കേണ്ടത്. കണ്ടോ, 5 മാസം കൊണ്ട് 6 ചാപ്റ്റർ പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ് ഈ 4 ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കൃത്യമായി, ഇനി ഇൻ കേസ് നിങ്ങളുടെ സ്കൂളുകളിൽ ഇത് തീർന്നിട്ടില്ലെങ്കിൽ പോലും മക്കളെ നമ്മളിവിടെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ആ പോർഷൻസ് എടുക്കുക, കൃത്യമായിട്ട് നിങ്ങളത് പഠിച്ച് തീർത്ത് വെക്കുക. പരീക്ഷ വേണ്ടി ഓണപരീക്ഷ മാത്രം നിങ്ങൾ ലക്ഷ്യമാക്കണ്ട. വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് വേണ്ടി ഈ 4 ചാപ്റ്ററുകൾ വളരെ ഭംഗിയോടുകൂടി പഠിച്ചു വെക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല വൃത്തിക്കിരുന്ന് ഈ പോർഷൻസ് പഠിക്കുക. ഓക്കെ, ബൈ.